സേവാസംഘത്തിന് വേണ്ടി എഴുതിയ പാട്ടാണ്. ഞങ്ങളുടെ ഇടവകയിൽ 450 വീടുള്ള വലിയൊരു ഇടവകയായിരുന്നു. ഇപ്പം നമ്മുടെ മത്തമസഭയിൽ പിന്നെ തന്നത്ത സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന എ.പി.കെ. ജോഷുവ ആയിരുന്നു അന്ന് അവിടെ സേവനം അനുഷ്ഠിക്കുന്നത്. അപ്പോൾ വലിയ ഒരു ഇടവകയായതുകൊണ്ട് എല്ലാവർക്കും എന്നും ഒരുമിച്ച് കൂടാൻ പറ്റത്തില്ല. എല്ലാ ഏരിയയിലും ഇവിടുന്ന് തിരുവല്ല വരെ ഉള്ള ഏരിയ ഉണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ സേവ്യാസംഘം കൂടും. 3 മാസം കൂടുമ്പോൾ ഒന്നിച്ച് സേവ്യാസംഘം കൂടുക, അങ്ങനെയാണ് പതിവ്. ഇപ്പം ആ ഇടവകയിൽ ഇപ്പം 3-4 പള്ളികൾ ഇപ്പം ആയി ആൾക്കാർ പറഞ്ഞു പോകുന്നു. അപ്പോൾ എന്തായാലും 3 മാസം 1 പ്രാവശ്യം കൂടുമ്പോൾ എന്തെങ്കിലും പ്രോഗ്രാം അവതരിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്നത്തെ കമ്മിറ്റിയിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നമ്മുടെ ഏരിയയുള്ള പ്രായമുള്ള അമ്മാമ്മണെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് എന്തോരം ഒന്നും എപ്പോഴും പാട്ടാണ്, അല്ലെങ്കിൽ സ്കിറ്റായിരിക്കും, അല്ലെങ്കിൽ മാർഗംകളി ആയിരിക്കും. ഇതെല്ലാം ഒരു വ്യത്യാസമായ ഒരു പരിപാടി അവതരിക്കണം പറഞ്ഞു. അപ്പം നമുക്ക് നോക്കാൻ വേണ്ടിയെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു നിങ്ങളെ 2 പേരെ കൂടെ വിളിക്കും, നമുക്ക് പാട്ടാദ്യം ഉണ്ടാകാം. പിന്നെ എല്ലാവരും സ്കൂളിൽ കുഞ്ഞുങ്ങളെ പിടിച്ചാൽ പോലെ കുഞ്ഞുങ്ങളെ ഡയറക്റ്റ് ഇവിടെ വന്ന എല്ലാവരും സ്കൂളിലെ എപ്പോഴും നദി പോലെ വാഹനം ഒഴുകുന്ന റോഡാണ്. അങ്ങനെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വരെ കൊണ്ടുവരാനും പോകും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കിട്ടുന്ന ആ സമയത്ത് നമുക്ക് ആ പാട്ട് എഴുതി നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരു ഓണപ്പാട്ട് എഴുതി ഉണ്ടാക്കി. ഞങ്ങൾ ആദ്യം ആ പള്ളിയിലെ സംഘത്തിൽ അതുപോലെ അവതരിപ്പിച്ചു. പിന്നെ അവിടെ സെപ്പറേറ്റ് ആയപ്പോൾ 2 വർഷം കഴിയുമ്പോൾ എന്നോട് ഒരാൾ ഞങ്ങളുടെ ഇടയിൽ ഒരാൾ വന്നു, അമ്മാമ്മയുടെ ഒരു പാട്ടുണ്ടല്ലോ, ആ പാട്ട് നമുക്ക് പള്ളിയുടെ സേവാസംഘത്തിൽ നമുക്ക് ഓണപരിപാടിക്കിടയ്ക്ക് നമുക്ക് പാടാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പാടി പള്ളിയുടെ അകത്ത് നല്ല അഭിപ്രായമാണ് കേട്ടത്. അപ്പം പള്ളി പാടിയുമ്പോൾ എല്ലാവരും ബാക്കിയുള്ള ഇടവേനങ്ങളെല്ലാം കൂടെ കൈയെടുത്ത് സപ്പോർട്ട് ചെയ്തു വള്ളത്തിൽ. അപ്പോൾ ആ പാട്ടാണ് ഞാൻ അവിടെ പാടാൻ ചെയ്യുന്നത്. അങ്ങനെ പിന്നെ പള്ളി പാടാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ കുറച്ചുകൂടെ ഈ വള്ളം എവിടുന്ന വീഴുന്നതൊക്കെ കേൾക്കണ്ടായി. അപ്പോൾ ഞങ്ങൾ അങ്ങനെ എഴുതി. ഇപ്പം ഞാൻ ഇവിടെ പാടാൻ ഉദ്ദേശിച്ചപ്പോൾ ഇവിടെ ഞാൻ എഴുതി നമ്മുടെ ദൈവത്തിൻ്റെ നാടായ കേരളത്തിൻ്റെ സ്ഥലമായ കോഴഞ്ചേരിയിലെ പുണ്യനദിയായ പമ്പയിൽ നിന്നും പച്ചപ്പർവ്വതാനികളും കുന്നുകളും താഴ്വരകളും ചുറ്റി പ്രകൃതി മനോഹരമായ കരമണ്ടയിലെ ഗ്രാമത്തിൽ കറങ്ങി കരമണ്ട മർത്തമ പള്ളിയുടെ അമ്പലത്തിൽ എത്തുകയാണ്. എഴുതുക, എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, സദാ ക്ഷമിക്കുക. തിറ്റിക്കെ എന്ന പാട്ടിൻ്റെ മുകളിലാണ് പാട്ട് എഴുതിയിരിക്കുന്നത്. എത്രയും കുടുംബത്തിലും പ്രത്യാശിച്ചു പരസ്പരം സ്നേഹിച്ചു നോക്കി നമുക്കിന്നു യാത്ര തുടരാം.